ഫാദർ ടോം ഒലിക്കരൂട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സീറോ മലബാർ സഭയുടെ PRO കൂടിയാണ് ഫാദർ ടോം. ഗുഡ് മോർണിംഗ് ഫാദർ. വളരെ വേദനയുള്ള ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾ രണ്ടാം പൗരന്മാരാക്കി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് പോലും ഒരു ഭയമുണ്ടാവുന്നു. വേഷമിട്ട് പോലും പുറത്ത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഫാദർ ടോം, ആശങ്കയുണ്ടോ ഫാദർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ആദ്യമേ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ കാണിക്കുന്ന വലിയൊരു ജാഗ്രതയ്ക്ക് നന്ദി പറയുകയാണ്. യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന നിതാന്ത ശ്രദ്ധയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി ആദിൽ ബാലകൃഷ്ണനും അവിടെ എത്തുമ്പോൾ മുതൽ നമുക്ക് നേരിടുന്ന വേറൊരു സമ്മർദ്ദമുണ്ട്. കാരണം ഈ പുറത്തുനിന്ന് നിർഭയം നമുക്കിത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഇല്ല കേരളത്തിലേതുപോലെ. ബജരംഗദൾ എന്തൊരു വാക്ക് പുറത്ത് പറയാൻ പോലും ആ സമൂഹം അനുവദിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലേക്ക് നിന്നാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യന്തം അപകടകരമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടിംഗ് പോലും. ഫാദർ, തീർച്ചയായിട്ടും നമ്മളുടെ മതേതര ഭാരതം എന്ന് പറയുന്ന ആ ഒരു വലിയ സങ്കല്പത്തിന് നമ്മൾ പലയിടത്തും ഇന്ന് ഭീതിതമായ തിരിച്ചടികൾ നേരിടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2 സിസ്റ്റേഴ്സിനെ അല്ല യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ബന്ധികളാക്കിയത്. ഞാൻ പറയുന്നത് ഭാരതത്തിൻ്റെ മതേതര ഭരണഘടനയാണ് ആൾക്കൂട്ട വിചാരണ ചെയ്തത്, ആക്ഷേപിച്ചത്, ഒരുപക്ഷെ വിവസ്ത്രമാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിലപേശലിനോ കുറ്റപ്പെടുത്തലിനോ അല്ല. ഇവിടെ നമുക്ക് നീതി കിട്ടണം. ഭാരതത്തിലെ ക്രൈസ്തവർക്ക് അവരുടെ ഭരണഘടന തന്നിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിനും ഉള്ള മതപ്രചരണത്തിനുമുള്ള അവകാശം കിട്ടണം. നിർഭയം ജീവിക്കാനും തങ്ങളുടെ വിശ്വാസം ആഘോഷിക്കാനുമുള്ള ഒരു സാധ്യതകൾ കിട്ടണം. അത് കേരളത്തിൽ പ്രശംസാപത്രവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറ്റപത്രവും തരുന്ന ഈ ഒരു 2 രീതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്, വളരെ ബോധപൂർവം ഒരു നുണ നമ്മുടെ പൊതുബോധത്തെ ഭരിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവർ, പ്രത്യേകിച്ച് ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ആ നുണ. താങ്കൾക്ക് വളരെ പരിണിത പ്രജ്ഞനാണല്ലോ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഭാരതത്തിലെ ക്രൈസ്തവരുടെ സംഖ്യ ഏകദേശം 2.3% ആണ്. പരിശോധിച്ചാൽ ഇന്ന് ഈ പറയുന്ന നുണകൾക്കെല്ലാം അപ്പുറം മതം മാറ്റത്തിൻ്റെ ദുരാരോപണം പേറുമ്പോഴും നമ്മൾ അതിലും താഴെയാണ്. 2.1 പോലും % ഇന്ന് ക്രൈസ്തവരില്ല. അപ്പോൾ കഴിഞ്ഞ 7-8 പതിറ്റാണ്ട് കൊണ്ട് മതം മാറ്റിയിട്ടും നമുക്കതിൽ നിന്ന് 1% പോലും കൂട്ടാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു വേട്ട നടത്താനുള്ള ഒരു ബോധപൂർവകമായ ശ്രമവും പൊതുബോധത്തെ ഭരിക്കാനുള്ള ഒരു നുണയുമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 രീതിയിലാണ് സീറോ മലബാർ സഭയ്ക്ക് ഭരണകൂടത്തോട്, രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഒന്ന്, ക്രൈസ്തവരെ വേട്ടയാടുന്നതിനുള്ള ഈ പൊതുബോധത്തെ ഭരിക്കുന്ന ഈ നുണ, ആൾക്കൂട്ടങ്ങളെ പ്രകോപിതമാക്കുന്ന ഈ നുണപ്രചരണം അവസാനിപ്പിക്കാൻ ഒരു ഇച്ഛാശക്തിയോടുകൂടി ഇടപെടൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. 2, അങ്ങ് മുൻപ് സൂചിപ്പിച്ചതുപോലെ 4316 ആക്രമണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ക്രൈസ്തവർക്കെതിരെ, അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ ഓർക്കേണ്ട ഒരു കാര്യം, അങ്ങ് വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണല്ലോ. ഞാൻ അനേക യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മുടെ ഹൈന്ദവ സന്യാസിമാർ അമ്പലങ്ങളും അവരുടെ ആരാധനാലയങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിർഭയം നിർബാധം നടക്കുകയും ധാരാളം ആളുകളെ അവരുടെ മതത്തിൽ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആരും ഒരു പ്രതിഷേധം പോലും ഒരു സന്യാസിക്ക് ഇന്നോളം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഭാരതത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ പുരോഗതിയിലേക്ക് വളരുന്നു. ഇന്ത്യ ഒന്നാമതെത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുമ്പോൾ ഈ കഴിഞ്ഞ 2000 വർഷത്തോളമായിട്ട് ഭാരതത്തെ നിർമ്മിക്കുന്നതിൽ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തെ, പ്രത്യേകിച്ച് ഈ ഗ്രീൻ ഗാർഡൻസ് എന്ന് പറഞ്ഞ ഉള്ള സിസ്റ്റേഴ്സ്, ഇപ്പോൾ ആക്രമണ വിധേയരായിട്ടുള്ളവർ, അതൊരു മെറ്റഫറാണ് ഗ്രീൻ ഗാർഡൻ എന്നുള്ള പേര്. അങ്ങ് കേരളത്തിലുള്ള ആളാണല്ലോ. ചേർത്തലയ്ക്കടുത്തൊരു ഡംപിംഗ് ഗ്രൗണ്ട്, കുഷ്ഠരോഗികളെ കൊണ്ട് ഇട്ടിരുന്ന സ്ഥലം, അവിടെ നിസ്വാർത്ഥമായിട്ട് കടന്നു ചെന്ന് അവരെ ശുശ്രൂഷിച്ച് അതിന് പരിവർത്തന വിധേയമാക്കിയപ്പോൾ സമൂഹം ചാർത്തി കൊടുത്ത ഒരു പേരാണ് ഗ്രീൻ ഗാർഡൻസ് പറയുന്നത്. അപ്പോൾ അതൊരു മെറ്റഫറാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഡംപിംഗ് ഗ്രൗണ്ട് സമാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ചേരികളിൽ കടന്നു ചെല്ലുന്നു. ആർക്കും വേണ്ടാത്ത മനുഷ്യരെ അവർ മനുഷ്യരാണെന്ന് ഓർപ്പിക്കുന്നു. അവരുടെ മക്കൾക്ക് മനുഷ്യോചിതമായി ജീവിക്കാൻ സ്വപ്നങ്ങൾ കൊടുക്കുന്നു.
അവരുടെ അവഗണിക്കപ്പെട്ട വൃദ്ധരെയും രോഗികളെ പരിചരിക്കുന്നു. ഈ സമർപ്പിതരെ കന്യാസ്ത്രീമാരെയാണ് വിചാരണ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചത്, വിചാരണ ചെയ്തത് 2 സിസ്റ്റേഴ്സിനെ അല്ല, ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയാണ് ഡോക്ടർ അരുൺ. അപ്പോൾ അതിനെതിരെ റിപ്പോർട്ടർ ചാനലും മറ്റു മാധ്യമങ്ങളും എല്ലാം നടത്തുന്ന ഈ ഒരു നിതാന്ത ജാഗ്രതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നമ്മുടെ സിസ്റ്റർ താമസിപ്പിച്ചിരുന്ന ജയിൽ പരിസരത്തേക്ക് പോയപ്പോൾ അവിടെ വലിയൊരു ആൾക്കൂട്ടം തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്, ഈ ദുർഗ് പോലീസ് സ്റ്റേഷൻ മുന്നിലാണ്. അവിടെ നമുക്ക് പോലും റിപ്പോർട്ട് ചെയ്യുന്നതിന് പോലും ഭീതിതമായൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഫാദർ, എൻ്റെ ചോദ്യം, ഇതിൽ ആട്ടൻതോലിട്ട ചെന്നായ്ക്കളെ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പ് ലാഭത്തിനു വേണ്ടി മാത്രം സന്ധി ചെയ്യാൻ വരികയും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കപട വാഗ്ദാനം നൽകുകയും ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? സമയം അതിക്രമിച്ചിട്ടുണ്ടോ ഫാദർ ടോം? ഡോക്ടർ അരുൺ, ഞാനിവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസ്താവനയ്ക്കും ഈ ഒരു വിഷയത്തിൽ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മുടെ മുമ്പിലുള്ള പ്രൈം കൺസേൺ എന്ന് പറയുന്നത് ഈ തുറങ്കിലാക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സിന് നീതി കിട്ടണം, ഭാരതത്തിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് നീതി ലഭിക്കണം, ഭരണഘടനയുടെ എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷണവും കിട്ടണം. രണ്ടാമത് നമ്മുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു നുണപ്രചരണമുണ്ടല്ലോ, ഇവിടെ മതം മാറ്റം നടത്തുന്നു, മനുഷ്യക്കടത്ത് നടത്തുന്നു. ഈ നുണപ്രചരണം അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അതിലപ്പുറത്തേക്ക് കടന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഈ ഒരു അവസരം അതിനുവേണ്ടി ഡോക്ടർ അരുൺ, അത് യുക്തമല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രൈസ്തവർക്ക് ഭരണഘടന തരുന്ന അവകാശങ്ങൾ, സുരക്ഷിതത്വം കിട്ടണം. 2, നമുക്ക് മേൽ ആരോപിക്കപ്പെടുന്ന ഈ നുണപ്രചരണം അവസാനിപ്പിക്കാൻ. കേരളത്തിന് പുറത്ത് നമ്മൾ പൊതുവെ അരക്ഷിതരാണ് എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ടോ? ചില ആളുകളുടെ ഔദാര്യത്തിൽ വേണമോ നമ്മൾ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാൻ? അങ്ങനെ ഒരു തോന്നലിലേക്ക് എത്തിയിട്ടുണ്ടോ ഫാദർ ടോം? നമ്മൾ ഇപ്പോൾ കാണുന്ന ഓരോ സംഗതികളിലും റീസെൻ്റായി വരുന്ന വാർത്തകളിലെല്ലാം അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് സ്ഥിതിഗതികളെ മാറ്റുന്നതായിട്ട് നമുക്ക് ചില സൂചനകൾ കിട്ടുന്നു. വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ പ്രകോപിതരാകുന്ന ഒരാൾക്കൂട്ടം. ഞാൻ ഭയപ്പെടുന്നത് നമ്മുടെ സാധാരണ മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രകോപിതരാക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ പഠനവും അതിനെതിരെ ഒരു ജാഗ്രതയും നമ്മൾ പുലർത്തുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ശക്തമായ പ്രതിരോധം ഉണ്ടാവണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, സിസ്റ്റർ ലിൻഡ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിസ്റ്റർ ലിൻഡ, അവസാനമായി ഈ പ്രീതി സിസ്റ്ററിനും വന്ദന സിസ്റ്ററിനും ഒക്കെ ഈ വെല്ലുവിളികളെയും ഈ അവസ്ഥയൊക്കെ നേരിടാനുള്ള ഒരു ഉൾക്കരുത്തുണ്ടാകുമല്ലോ അല്ലേ? കാരണം അവർ വളരെ 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 സന്തോഷത്തോടു കൂടി ഇവരും ആയിട്ട് ആഗ്രയിലേക്ക് യാത്ര ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ജയിലിനുള്ളിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അവിടെയും സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ഇങ്ങനെയാണ്, അതായത് അവിടുത്തെ ബജരംഗ് സമൂഹം അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത സമയത്ത് ഒരു ഭീതിയൊക്കെ ഉണ്ടാകുമല്ലോ. സിസ്റ്റർ നേരിട്ട് അറിയാമല്ലോ ഇവരെ രണ്ടുപേരെയും, ഒരു ഉൾക്കരുത്തൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ ഈ നമ്മുടെ സിസ്റ്റർമാർക്ക്? അവർക്ക് ഭീതിയും ഭയമെല്ലാം ഉണ്ടാകും, എന്നാലും ദേ ഗെറ്റ് ദ കറേജ് ടു ഫേസ് ദ സിറ്റുവേഷൻസ്. തീർച്ചയായും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ള ശക്തി അവർക്ക് ഉണ്ട്. ദൈവം അത് അവർക്ക് നൽകുകയും ചെയ്യും. ഈ നുണപ്രചരണവും അതുപോലെ തന്നെ ഉള്ള നമ്മുടെ നുണപ്രചരണവും നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള നമ്മുടെ ഫ്രീഡവും, ഈ നുണപ്രചരണം നിർത്തണം. സത്യവിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ, താങ്ക് യു സിസ്റ്റർ ലിൻഡ, താങ്ക് യു ഫാദർ ടോം പ്രതികരിച്ചതിന്. നീതി അഴിക്കുള്ളിലാവാൻ പാടില്ല ക്രൈസ്തവ സമുദായത്തിന്റെ എന്നല്ല. സിസ്റ്റർ ഒന്ന് പൂർത്തിയാക്കിക്കോളൂ. സിസ്റ്റർ പറഞ്ഞു വന്ന വാചകം പൂർത്തിയാക്കിക്കോളൂ. യെസ്, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഈ ഒരു കാര്യമാണ്, നീതി ലഭിക്കണം. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ് ജയിൽ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ ലിൻഡ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭീതി യഥാർത്ഥത്തിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 25 അനുസരിച്ച് റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നുള്ളത് നമ്മളുടെ പൗരാവകാശമാണ്. ആർട്ടിക്കിൾ 19 അനുസരിച്ച് സഞ്ചരിക്കുക എന്നുള്ളത്, അതിൽ തൊഴിൽ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ്. അത് നിഷേധിക്കുന്നൊരു സാഹചര്യവും ഉണ്ടാവരുത്. മതപരിവർത്തനത്തിൻ്റെ കള്ളക്കഥകൾ പറഞ്ഞ് ഇനിയും കന്യാസ്ത്രീകളെയും പുരോഹിതരെയും പീഡിപ്പിക്കാനും അവരെ വേട്ടയാടാനും ഇറങ്ങരുത്
എന്നുള്ളതാണ്. കേരളത്തിനുള്ളിലുള്ളതുപോലെ പുറത്തുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം അവർക്ക്. അതിനുള്ള ജാഗ്രതയാവണം നമ്മൾ. നമുക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ടെങ്കിലും നമ്മൾ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രതിനിധിയും വാർത്താ സംഘവും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ തുടരുകയും ചെയ്യുന്നുണ്ട്.